ബംഗ്ലാദേശ് അതിർത്തിയിലെ തർക്കത്തിൽ നിലപാട് ഊട്ടിയുറപ്പിച്ച് ഇന്ത്യ. അതിർത്തിയിൽ വേലി കെട്ടുന്നതുമായിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലപാടിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതിർത്തിയിൽ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നിലപാട് ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ്. അതേപോലെ തന്നെ ഈ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ. ബംഗ്ലാദേശുമായുള്ള ബന്ധം പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങുമെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഉഭയകക്ഷി ബന്ധം നിലനിൽക്കണമെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ധക്കയുമായുള്ള ന്യൂഡൽഹിയുടെ സമീപനം പോസിറ്റീവ് ആണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞങ്ങളുടെ നിലപാട് നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിൽ ഞങ്ങൾ പോസിറ്റീവ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഒരു പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബംഗ്ലാദേശിലെ ജനങ്ങളുമായി ഫെഡറൽ ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നന്നായി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനാൽ ഞങ്ങളുടെ സമീപനം പോസിറ്റീവാണ്. അതേസമയം ബംഗ്ലാദേശുമായുള്ള അതിർത്തി കുറ്റരഹിതമായി നിലനിൽക്കുന്നത് ഇന്ത്യ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അതിർത്തിയിൽ ധാരണകൾ പാലിക്കണമെന്ന് ബംഗ്ലാദേശിനോട് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടതും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പാലിക്കണമെന്നാണ് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതും. ബംഗ്ലാദേശ് അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കള്ളക്കടത്തും ലഹരിക്കടത്തും വർദ്ധിപ്പിക്കുന്നതായി BSF റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മുന്നറിയിപ്പ് നൽകിയതും. ലഹരിക്കടത്തും മനുഷ്യക്കടത്തും ഉൾപ്പെടെയുള്ളവ നടത്താൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ നീക്കം സജീവമാകുന്നതായും ക്രിമിനലുകൾ അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ നീക്കം സജീവമാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു അതിർത്തി സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് വന്നതും. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ പൂർണ്ണമായ സമാധാനം ഉറപ്പുവരുത്തിയിരുന്നു. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിം ഉദ്ദീനുമായി തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണവ് വർമ്മ ധക്കയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലായിരുന്നു നിലപാട് അറിയിച്ചതും. എന്നാൽ അതിർത്തിയിൽ 5 അടിയിലായി ഇന്ത്യ വേലി നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും അത് ഉഭയകക്ഷി ധാരണയ്ക്ക് വിരുദ്ധമാണ് എന്നുമാണ് ബംഗ്ലാദേശിന്റെ വാദം. കൂടിക്കാഴ്ച 30 മിനിറ്റ് വരെയായിരുന്നു നീണ്ടുനിന്നതും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ പാലിക്കപ്പെടണമെന്ന് കരുതുന്നതായും കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിൽ ബംഗ്ലാദേശിൽ നിന്ന് സഹകരണം ഉണ്ടാകണമെന്ന് കരുതുന്നതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രണയ് വർമ്മ പറഞ്ഞിരുന്നു. കുറ്റകൃത്യ വിമുക്തമായ അതിർത്തി എന്ന ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ആശങ്ക അറിയിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. ധക്കയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ കൂടിക്കാഴ്ചയിലായിരുന്നു ആശങ്ക അറിയിച്ചതും. ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയെന്ന് ബംഗ്ലാദേശ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിളിച്ചു വരുത്തിയതായി പറയുന്നതുമില്ല. ഉഭയകക്ഷി കരാർ ലംഘിച്ചുകൊണ്ട് അതിർത്തിയിൽ വേലി കെട്ടാൻ നീക്കം നടത്തിയെന്നാണ് ബംഗ്ലാദേശ് ആരോപണം ഉന്നയിച്ചത്. കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് ഒരു സഹകരണ സമീപനം നടപ്പിലാക്കുമെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി അതിർത്തിയിൽ വേലി കെട്ടുന്നത് സംബന്ധിച്ച് ധാരണയുണ്ടെന്നും അതിർത്തി സേനകളെ BSFും BGBയും പതിവായി തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും പ്രണയ് വർമ്മ കൂട്ടിച്ചേർത്തിരുന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.